അതേപോലെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ക്വിസ് മത്സരം. ഗവൺമെൻറ് തന്നെ തയ്യാറാക്കുകയാണ് ചോദ്യം, എന്നിട്ട് അയച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ചോദ്യവും ഉത്തരവും എല്ലാം. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന നേതാവാരാണ്? ആരാ ഉത്തരം? ഉത്തരം വി ഡി സവർക്കർ. ഇത് അബദ്ധത്തെ പറ്റി പോയൊരു തെറ്റാണെന്നുള്ള തെറ്റിദ്ധാരണകൾക്ക് ഉണ്ടാവണ്ട. ഒരു പേര് മാറിപ്പോയതുമല്ല, ഇത് RSS അജണ്ടയാണ്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആരെയെങ്കിലും പേര് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അത് സവർക്കറുടെ പേരാണെന്നാണ്. യഥാർത്ഥത്തിൽ സവർക്കർ ചെയ്തത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുകയാണ്. ഹിന്ദു വർഗീയവാദികൾ ചെയ്തതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സവർക്കർ ഉണ്ടായിരുന്നു, പക്ഷേ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറുണ്ടായില്ല. അതുകൊണ്ടാണ് മാപ്പ്. അന്തമാനിൽ കിടക്കുമ്പോഴാണ് 6 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്തത്. ആ മാപ്പ് മുഴുവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. 6 പ്രാവശ്യം എഴുതി കൊടുത്ത എല്ലാ മാപ്പിൻ്റെയും കൂടിച്ചേർത്താൽ ഒരു പുസ്തകമായി. ആ പുസ്തകം ഈ കേരളത്തിൽ അതുപോലെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഈ ആറ് മാപ്പ് എഴുതി കൊടുത്ത കത്തിൻ്റെയും മലയാളത്തിലുള്ള കോപ്പി. ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഒരു അക്ഷരം ഇനി മിണ്ടാൻ പോകുന്നില്ല എന്നാണ് ഓരോ കത്തിലും എഴുതിയത്. അങ്ങനെ ഓരോ കത്തിലും കൃത്യമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഞാൻ ഒരു ശബ്ദം ഇനി പുറപ്പെടുവിക്കില്ല, നിങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഞാൻ മുമ്പോട്ടേക്ക് വരാൻ തയ്യാറാണ് എന്നുൾപ്പെടെ പറഞ്ഞ 6ാമത്തെ കത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നത്. മോചിപ്പിച്ചിട്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഒരു അക്ഷരം അതിൻ്റെ ഭാഗമായിട്ട് ദേശീയപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മണ്ടിയിട്ടില്ല. എല്ലാം എതിരായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. അതാണ് സവർക്കർ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയായിരുന്നു, വിട്ടയക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഹിന്ദു വർഗീയവാദിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ പേര് വി ഡി സവർക്കറാണ്. അദ്ദേഹം വിശ്വാസം ആയിരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. വർഗീയവാദിയാണ്. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥിതി മാത്രമേ എല്ലാ കാലത്തും കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയാം, അങ്ങനെയുള്ള ഒരാളെ കേരളത്തിലെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട BJP ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വിസിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കുകയാണ്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന നേതാവ് ആരാണ്? ഒരിക്കലും സവർക്കറല്ല. സവർക്കർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം കാലം മാത്രമാണ്. ബാക്കിയെല്ലാം മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളുണ്ടാക്കി മുന്നോട്ടേക്ക് പോവുക. നമുക്കറിയാം, ഗവർണർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ RSS വൽക്കരിക്കാനുള്ള ബോധപൂർവമായ ഞാൻ ബോധപൂർവമാണ് RSS വൽക്കരിക്കുക എന്ന് പറഞ്ഞത്. കേവലമായ ഹിന്ദുവൽക്കരണം മാത്രമല്ല, RSS വൽക്കരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെ താൽക്കാലികമായിട്ട് നിശ്ചയിക്കുന്നത് മുഴുവൻ RSSുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ നിശ്ചയിക്കുന്നുള്ളൂ. സെനറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നത് RSSുകാരെയാണ്. ഒരൊറ്റ അക്ഷരം വി ഡി സതീശൻ ഇന്നേ വരെ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിധി വിട്ട് വർഗീയവൽക്കരണത്തിന് വേണ്ടിയിട്ട് RSS വൽക്കരിക്കുന്ന നിലപാടിലേക്ക് പോയപ്പോഴും അതിനെതിർക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറില്ല. ഭരണത്തിലേക്ക് വന്നിട്ട് 3 മാസമായിട്ടില്ല, അപ്പോഴാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴാണെങ്കിൽ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും അടിമുടി കേരളത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഞാൻ വേറെ ഒരു വഴിയില്ല, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, സ്വകാര്യവൽക്കരണമാണ് എന്നിപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സമ്പത്തും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ആ തരത്തിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് 2 കാര്യം ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നമെന്ന രീതിയിൽ ഈ വർഗീയവൽക്കരണ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന BJPക്ക് സമമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ വി ഡി സതീശൻ്റെ ഗവൺമെൻറ് തരം താഴരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.